കൊച്ചിയിൽ ഭർത്താവിന്റെ രഹസ്യഭാഗത്ത് ഭാര്യ തിളച്ച വെളിച്ചെണ്ണയൊഴിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ ഭർത്താവ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രി ICUവിൽ ചികിത്സയിലാണ്. പോലീസ് കേസെടുത്തിരിക്കുന്നത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ പ്രകാരമാണ്. പുതിയ ഭാരതീയ നിയമസംഹിതയിലെ 125 വകുപ്പ് പ്രകാരം, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെയാണ് ഈ ഭാര്യയ്ക്കെതിരെ പെരുമ്പാവൂർ പോലീസ് കേസെടുത്തി. ദാമ്പത്യ ജീവിതം നയിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും അനിയന്മാർക്കും അനിയത്തിമാർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഒന്ന് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച, നിങ്ങൾ കുറെ പേരൊക്കെ ചിലപ്പം വാർത്താ ചാനൽ വഴി അറിഞ്ഞു കാണും. ചൊവ്വാഴ്ച പെരുമ്പാവൂര് ഒരു ചേട്ടൻ, ഇച്ചിരി അവീതങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ, ആ ചേട്ടന്റെ അടികാരം മൊത്തവും ആ ചേട്ടന്റെ ഭാര്യ അങ്ങോട്ട് ചൂടുവെള്ളവും മറ്റേ നമ്മുടെ തിളച്ച എണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ച് അങ്ങോട്ട് പട്ടയെന്നും പറഞ്ഞ് പൊട്ടിച്ച് കളഞ്ഞു. മൊത്തത്തില് ചേട്ടൻ സീരിയസ് ആയിട്ട് മൊത്തം പൊള്ളി കുതിർന്ന് ആശുപത്രി കിടപ്പുണ്ട്. ചേച്ചിയെ പോലീസുകാര് മെല്ലെ ഇനി അധികം വൈകാതെ 1-2 ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ചേട്ടന്റെയും വേറെ എന്തെങ്കിലും ഉടായ്പുണ്ടായിരുന്നോ, ഈ ചേച്ചിയെ വീട്ടിൽ ഉപദ്രവിക്കുമായിരുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇനി ആ ഒരു ഉപദ്രവത്തിന്റെ പേരിലാണോ ഈ ചേച്ചി മൊത്തത്തിൽ കത്തിച്ചത്? പോലീസുകാരാണല്ലോ, അപ്പൊ അവർ അന്വേഷിക്കും അതൊക്കെ. എന്നിട്ടേ ആ ചേച്ചിയുടെ പേരിൽ കേസ് എടുക്കുന്നുള്ളൂ. കേസായിട്ടുണ്ട് വിഷയം, പക്ഷെ ചേച്ചി അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ചേച്ചിക്ക് പെട്ടെന്നൊന്നും ജാമ്യം കിട്ടത്തില്ല. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു വിഷയമായി നമുക്കൊന്ന് സംസാരിക്കണം. കാരണം ഒരുപാട് വ്യക്തികൾ, ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് വ്യക്തികൾ ചിലപ്പോൾ കല്യാണം കഴിച്ചവരായിരിക്കാം കൂടുതൽ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ നടക്കുന്ന പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ സംശയവും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ ചേച്ചിമാരോടാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ പരിപാടികൾ, ഇല്ലെങ്കിൽ ഭർത്താക്കന്മാരോടാണ്, ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യമാർക്ക് ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കൈവിട്ട് നിങ്ങളതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നവരും കൂടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നു. ഇതൊന്ന് കണ്ട് ഞാൻ ഈ ഒരു ന്യൂസ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം. കൊച്ചിയിൽ ഭർത്താവിന്റെ രഹസ്യഭാഗത്ത് ഭാര്യ തിളച്ച വെളിച്ചെണ്ണയൊഴിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ ഭർത്താവ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രി ICUവിൽ ചികിത്സയിലാണ്. ഭർത്താവിന്റെ ഫോണിൽ മറ്റൊരു യുവതിയുടെ ഫോട്ടോ കണ്ടതാണ് ആക്രമണത്തിന് കാരണം. റിയ ബേബി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിയ, പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? അറിയ പെരുമ്പാവൂരിൽ 2 ദിവസം മുമ്പ്, അതായത് ചൊവ്വാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. പെരുമ്പാവൂർ സ്വദേശിക്ക് ഗുരുതരമായ പൊള്ളലുകൾ ഏറ്റിട്ടുണ്ട്. അതായത് ഇയാളുടെ ഫോണിൽ മുമ്പ് ബന്ധത്തിലായിരുന്ന ഒരു സ്ത്രീയുടെ ചിത്രങ്ങളും ചില ചാറ്റുകളും ഭാര്യ കാണുന്നു. അത് സംബന്ധിച്ച് ഉണ്ടായ തർക്കം, അതിനുശേഷമാണ് വെളിച്ചെണ്ണയും അതോടൊപ്പം തന്നെ വെള്ളവും തിളപ്പിച്ച് അത് മിക്സ് ചെയ്ത് ഭർത്താവിന്റെ സ്വകാര്യ ഭാഗത്തുൾപ്പെടെ ഒഴിക്കുകയായിരുന്നു എന്നതാണ് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത്. ഗുരുതരമായി പൊള്ളലേറ്റ പെരുമ്പാവൂർ സ്വദേശി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വലിയ തോതിലുള്ള പൊള്ളലേറ്റിട്ടുണ്ട് എന്നതാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഭാരതീയ നിയമസംഹിതയിലെ 125 വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. പോലീസ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് നീങ്ങുക എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു അന്വേഷണം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ഈ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുടെ പ്രാഥമിക മൊഴി അടക്കമുള്ള വിശദമായ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് എടുക്കണം. അതിനുശേഷമായിരിക്കും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അറസ്റ്റിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുക. നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ പ്രകാരമാണ്. പുതിയ ഭാരതീയ നിയമസംഹിതയിലെ 125 വകുപ്പ് പ്രകാരം, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെയാണ് ഈ ഭാര്യയ്ക്കെതിരെ പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ചില അന്വേഷണങ്ങൾ കൂടി നടത്തിയ ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് പെരുമ്പാവൂർ പോലീസ് കിടക്കുക എന്നതാണ് വ്യക്തമാക്കാൻ കഴിയുന്നത്. അപ്പോ ഈ ഒരു വിഷയത്തിൽ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. ഒരു കാരണവശാലും എനിക്ക് ഒരാളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ പറ്റില്ല. അത് ആദ്യത്തെ കാര്യം. എങ്ങനെ ഞാൻ ആ ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് മാത്രം നിന്ന് സംസാരിക്കുമോ? ചേച്ചി മൊത്തത്തിൽ ചെയ്തത് തെറ്റാണ്, ചേച്ചി എന്തിനാണ് അങ്ങനെ ചെയ്തത്, ചേട്ടനെ തോന്നിവാസന നടന്നോട്ടെ, ചേച്ചി കല്യാണം കഴിച്ച് ചേച്ചിയെ വീട്ടിലിരുത്തിട്ട് ചേട്ടൻ പുറത്ത് വേറെ പഴയ കാമുകിയായിട്ട് കറങ്ങി നടന്നോട്ടെ, എന്നാലും ചേച്ചി മിണ്ടാതിരിക്കണം, ചേച്ചി അത് ഒഴിക്കരുത് എന്ന് പറയുന്നതിനകത്ത് അങ്ങനെ പറയാൻ പറ്റത്തില്ലടേ. അത് ഇച്ചിരി ചെറ്റത്തിലായിപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. എന്നെ കൊണ്ട് അത് പറ്റത്തില്ല. എന്ന് വെച്ചിട്ട് ചേച്ചി ചെയ്തത് എല്ലാം സപ്പോർട്ട് ചെയ്ത് ചേച്ചി കാണിച്ചതാണ് ശരിയെന്നും പറഞ്ഞ് ചേച്ചിയുടെ കൂടെ പോയി നിൽക്കാനും നമുക്ക് പറ്റത്തില്ല. കാരണം ഇവിടുത്തെ നിയമം കയ്യിലെടുക്കാൻ ചേച്ചിക്ക് ആരും അനുവാദം കൊടുത്തിട്ടില്ല. അത് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് 2 പേരുടെയും ഭാഗത്തു നിന്ന് നമുക്കൊന്ന് സംസാരിക്കാം. ആദ്യമായിട്ട് തന്നെ
ഈ അവിഹിത ബന്ധങ്ങളൊക്കെ ഉള്ള ചേട്ടന്മാരോടും ചേച്ചിമാരോടുമാണ് ഞാൻ ആദ്യമേ പറയുന്നത്. ഞാൻ ഒരു പരിധി കൂടുതൽ നിങ്ങളെ എനിക്ക് കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു നിമിഷം നിങ്ങൾ അങ്ങനെയുള്ള പരിപാടികളിലേക്ക് പോകാനുള്ള ഒരു റീസൺ, ഒരു മെയിൻ റീസൺ നിങ്ങൾക്ക് കാണും. അത് എനിക്കറിയില്ല. ഞാനൊരു തേർഡ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾക്കും അറിയില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു അവിഹിതത്തിലേക്ക് പോകുന്നത് അത് നിങ്ങൾക്ക് മാത്രമേ, ചിലപ്പോൾ നിങ്ങളുടെ പാർട്ണറിൽ നിന്ന് ചിലപ്പോൾ അത്രയ്ക്ക് സ്നേഹവും പരിപാടിയും ഒന്നും നിങ്ങൾക്ക് കിട്ടാതെ അത്രയ്ക്കും ഗതികെട്ടൊരു അവസ്ഥയിലായിരിക്കും ചിലപ്പം നിങ്ങൾക്ക് വേറൊരാളിൽ നിന്ന് കുറച്ച് സ്നേഹം കിട്ടുന്നത്. മനുഷ്യനാണ്, പോകും. ഓക്കെ, അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. പിന്നെ അത് അത് ഭയങ്കര വലിയ ശരിയായിട്ടുള്ള കാര്യമാണെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ, അതും ഞാൻ പറയത്തില്ല. പക്ഷെ മനുഷ്യനാണ്, ചില നിമിഷത്തിൽ അങ്ങനെ സംഭവിക്കാം. ഇനിയിപ്പോ അങ്ങനെ സംഭവിച്ചു, ഈ ചേട്ടന്റെ കേസിലാണെങ്കിലും എന്തുകൊണ്ട് ഈ ചേട്ടൻ സ്വന്തം ഭാര്യ അവിടെ ഇരുത്തിക്കൊണ്ട് പുറത്ത് പഴയ കാമുകി എടുക്കാൻ പോയെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. ആ ചേച്ചി ഏറ്റവും നല്ലൊരു സ്ത്രീ ആയിട്ട് ഈ ചേട്ടനെ അതുപോലെ കെയർ ചെയ്യുന്ന ഒരു ചേച്ചി ആയിട്ടാണ് ഇവൻ ഇതുപോലെ കാണിച്ചതെങ്കിൽ സത്യം പറഞ്ഞാൽ അവന് 2 ഇടി കിട്ടണം. സീരിയസ്ലി ഞാനുള്ള കാര്യം പറയും, ചേച്ചിയുടെ കൂടെ തന്നെ ഞാൻ നിൽക്കും. 2 ഇടി കിട്ടണം. അത്രയ്ക്കും നല്ല സ്നേഹവും കെയറും ഒക്കെ ആ ചേച്ചി കൊടുത്തിട്ട് ഇവൻ ഈ പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകാം കേട്ടോ. ഇപ്പം ആ ചേട്ടനാണ്, ഇപ്പം ആ ചേട്ടന്റെ ഭാഗത്ത് ചേച്ചി ആയിരുന്നെങ്കിൽ പോലും അങ്ങനെയാണ്. അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റ് തന്നെയാണ്. പക്ഷെ എല്ലായിടത്തും എല്ലാവരുടെയും സാഹചര്യം അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇപ്പൊ ഇവരുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ചേച്ചി ചെയ്തത്, പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായില്ല. ഒന്നെങ്കിൽ തിളച്ച വെള്ളം ഒഴിക്കാം, ഇല്ലെങ്കിൽ തിളച്ച എണ്ണ ഒഴിക്കാം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എന്തിനാണോ ഈ ചേച്ചി ഇത് ചെയ്തത് നമുക്കറിയില്ല. പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ചേച്ചി ഈ പരിപാടി ചെയ്തപ്പോൾ അവർക്ക് മക്കളുണ്ടോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഇതിനായിട്ടും അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടില്ല. വാർത്താ ചാനലിലാണെങ്കിലും അവർക്ക് പിള്ളേരെ അല്ലെങ്കിൽ അവരുടെ പിള്ളേരെ പറ്റിയൊന്നും പറഞ്ഞു കേട്ടില്ല. ഇനിയിപ്പോ പിള്ളേരുണ്ടെങ്കിൽ ആ പിള്ളേരുടെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ ഇതൊരു കേസായി, ആ ചേട്ടൻ കേസിന് തന്നെ പോകണം. ഇനി ആ ചേട്ടൻ തിരിച്ച് ഈ ചേച്ചിയോടെ ജീവിക്കുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. കാരണം നല്ല വൈരാഗ്യം കാണും ആ ചേട്ടന്. അധികാരമാണ് മോനെ കത്തിച്ച് കളഞ്ഞത് മൊത്തത്തിയിട്ട്. അപ്പൊ എന്താണെങ്കിലും ഇനി എന്തൊക്കെ പറഞ്ഞാലും ആ ചേട്ടൻ ഈ ചേച്ചിയോടെ തിരിച്ചു വന്ന് താമസിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ അവസ്ഥ എന്തായി? അതൊന്നും ചിന്തിച്ചോ നിങ്ങൾ ആരെങ്കിലും? അല്ലെങ്കിൽ അവരാണെങ്കിലും ചിന്തിച്ച് കാണത്തില്ല. ആ ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ചേച്ചിയാണെങ്കിലും ചിന്തിച്ചോ എപ്പോഴെങ്കിലും? ഇപ്പൊ പിള്ളേരില്ലാന്ന് വിചാരിച്ചോ, പിള്ളേരില്ലെങ്കിൽ പോലും ചേച്ചിയുടെ ജീവിതമാണ് പോയത്. കാരണം ചേച്ചി ആ ചേട്ടനെ ഉപദ്രവിച്ചിട്ടില്ല, ചേച്ചി മാത്രമാണ് ഇത് ചെയ്തതെങ്കിൽ ഉറപ്പായിട്ടും ചേച്ചിക്ക് ജാമ്യം പോലും കിട്ടത്തില്ല, അകത്ത് പോയി കിടക്കേണ്ട വരും. ഒരു ജീവിതം അങ്ങ് പോയില്ലേ. അപ്പം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ചിന്തിക്കുക. ഇപ്പം ആ ചേട്ടൻ അത്രയ്ക്കും വലിയ ചെറ്റത്തന്നെ കാണിക്കുന്ന ഒരു നാറിയാണെന്ന് ഇരിക്കട്ടെ, ചേച്ചിക്ക് ചേച്ചിയുടെ കാര്യം നോക്കി അങ്ങ് പോകാം. ഇവനെ പോലുള്ളവനെ എന്തിനാ പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് ചേച്ചി സ്വന്തമായിട്ട് ചേച്ചിയുടെ ജീവിതം നോക്കി പോകണമായിരുന്നു. അതാണ് അവിടെ ചെയ്യേണ്ടിയിരുന്നത്. തിരിച്ചാണെങ്കിലും കേട്ടോ, ഈ ചേച്ചിയാണ് ഈ ചേട്ടനോട് ഇതുപോലെ വൃത്തികേട് കാണിച്ചെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു. അല്ലാതെ ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ ചെയ്ത് അത് പോലീസ് കേസായി, അത് നാട്ടുകാരറിഞ്ഞിപ്പോ എന്തായാലും അവരുടെ ഫോട്ടോയും തേങ്ങയൊന്നും പുറത്തു വന്നിട്ടില്ല. എങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് അവരുടെ നാട്ടിലുള്ള ആളുകൾ, നാട്ടുകാർ തന്നെകൾ ഇനി ഇത് മൊത്തം പറഞ്ഞുകൊണ്ട് കിടക്കത്തില്ലേ? അതെല്ലാം പോട്ടെ, ആരെയും നോക്കണ്ട, ഒരാളെയും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മളൊന്നും ആരെയും ഒന്നും നോക്കാറൊന്നുമില്ല. പക്ഷെ ചേച്ചിയുടെ ജീവിതം പോയില്ലേ. ഇത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ചേച്ചിമാരും ഒന്ന് ഓർത്ത് വെക്കുക. ഒരു ദേഷ്യത്തിന്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ നഷ്ടം വരുന്നത് നമുക്ക് തന്നെയാണ്. അത് എല്ലാവരും ഒന്ന് അറിഞ്ഞു വെക്കുക. എന്നിട്ടേ ഇങ്ങനെയുള്ള ഓരോ പരിപാടികളൊക്കെ ചെയ്യാവുള്ളൂ. പിന്നെ ഇനി ആരും ഇവിടെ പറഞ്ഞു വരണ്ട ഞാൻ മറ്റേ അവിഹിതത്തെ ഒരുപാട് അങ്ങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്നും. എടോ, ഞാനൊന്ന് ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പോ അവിഹിതത്തെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാവരും അങ്ങ് നല്ല പുരുഷന്മാരായി ഗാന്ധിജിമാരായിട്ട് ഇവിടെ നടക്കുവോ? ഇല്ല. അതിനകത്തെ ഒരു സത്യാവസ്ഥയാണ് ഞാൻ പറഞ്ഞത്, ഇല്ലേ? അങ്ങനെ ഇന്നത്തെ കാലത്ത് അതാണ് നടക്കുന്നത്. സ്നേഹം കിട്ടുന്നില്ല എന്നും പറഞ്ഞ് അപ്പത്തേക്ക് മനുഷ്യന്മാരാണ്, ലോൺലെസ് പറ്റുന്നില്ല, അപ്പുറം വേറെ അതിനേക്കാളും വലിയൊരു കെയർ കിട്ടുമ്പോൾ ദേ വിൽ ഗോ ഫോർ ദാറ്റ്. അതൊരു മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഭർത്താവും ഭാര്യയും രണ്ടുപേരും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് കെയർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള ഒരു വീട്ടിൽ ഒരു അവിഹിതവും വേറെ പുറത്തുനിന്ന് ആര് വന്നെന്ന് പറഞ്ഞാലും ഒരു രീതിയിലും അവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറാൻ പറ്റത്തില്ല. പറ്റുമോ? നിങ്ങൾ പറ, പറ്റുമോ? രണ്ടുപേരും ഒരേപോലെ സ്നേഹിച്ച്, രണ്ടുപേരും ഭാര്യയും ഭർത്താവും ഒരുപോലെ മനസ്സിലാക്കി അവരുടെ കുട്ടികളുമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ ഏതവനാണെങ്കിലും അല്ലെങ്കിൽ ഏതവളാണെങ്കിലും ആ ഒരു കുടുംബത്തിലേക്ക് ഇടിച്ചു കയറാൻ പറ്റത്തില്ല. ഇതൊക്കെ സംഭവിക്കുന്നത്, ഈ അവിഹിതങ്ങൾ സംഭവിക്കുന്നത് രണ്ടുപേരും ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരേപോലെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നിൽക്കുമ്പോഴാണ് അവിടെ അവിഹിതങ്ങൾ സംഭവിക്കുന്നത്. അപ്പം കൂടുതൽ ആ ഒരു അവിഹിത അങ്ങനെ നിൽക്കുന്നവരുണ്ട്. മാന്യമായിട്ട് അങ്ങനെ മാന്യമായിട്ടെന്ന് പറയാൻ പറ്റത്തില്ല, മോശമായിട്ട് അങ്ങനെ നിന്ന് പോകുന്നവരും ഉണ്ട്. ചിലവര് അങ്ങനെ നിൽക്കാതെ പറ്റുന്നില്ല, ഒരു ഹസ്ബൻഡും വൈഫും തന്നെ അവർ പറ്റുന്നില്ലെങ്കിൽ അപ്പം തന്നെ പറഞ്ഞ് ഡൈവോഴ്സ് ആക്കി അവരവരുടെ വഴിക്ക് പോകും. അങ്ങനെ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ ചിലവർക്ക് അങ്ങനെ ഡൈവോഴ്സ് മേടിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥകൾ വരും. അങ്ങനെ ഉള്ളിടത്താണ് ഈ അവിഹിതങ്ങൾ പൊട്ടി മുളയ്ക്കുന്നത്. എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണത്.
നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. കൂടാതെ അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.